ഹായ് ഹലോ വെൽക്കം ടു സിവാര കോച്ചർ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഗ്ലാസ് ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന അൺസ്റ്റിച്ചഡ് സൽവാർ സ്യൂട്ടിൻ്റെ കളക്ഷൻ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഇത് കൂടാതെ ഒരു 3 ഷെയ്ഡ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഈ കാണുന്ന ഓഫ് വൈറ്റ് ആണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് റയോൺ മെറ്റീരിയലും ദുപ്പട്ട വരുന്നത് ഷിഫോൺ മെറ്റീരിയലുമാണ്. ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ഈ കാണുന്ന പോലെയുള്ള ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബീഡ്സിൻ്റെ സ്പ്രെഡിങ് ആണ് ആ ദുപ്പട്ട ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. ഹാൻഡ് പെയിൻറ് ചെയ്ത പോലത്തെ ഫ്ലോറൽ പാറ്റേൺ ആണ് ഈ ഒരു ദുപ്പട്ട ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു പീച്ച് കളറിലാണ്. സൽവാറിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഫെയ്ഡഡ് ഡിജിറ്റൽ പ്രിൻസ് വരുന്നുണ്ട്. ഈ കാണുന്ന ചെറിയ ചെറിയ വർക്ക്സ് ഇല്ലേ, അത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. സോ ഫ്രണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയത് കാരണം ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സ്ലീവും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. കട്ട് ബീഡ്സും ഹാൻഡ് വർക്കും യൂസ് ചെയ്തിട്ട് യോക്ക് പോർഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ് ടു 2XL സൈസ് വരെ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരും. 2.5 മീറ്റർ ആണ് നമുക്ക് ക്ലോത്ത് വന്നിട്ടുള്ളത്. ഇതിന് ഈ ഒരു സ്യൂട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വർക്കാണ്. നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഈ വന്നിട്ടുള്ളത്. സീക്വൻസും അതേപോലെ തന്നെ ബീഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ദാമൻ ഏരിയയിൽ ഒരു പേളിൻ്റെ ഹാങ്ങിങ്സും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓൺ വോയിസ് ആയിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് സൗണ്ടിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് ചില സ്ഥലങ്ങളിൽ ഇതേപോലെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം മുതൽ അത് റെഡിയാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ബാക്ക് ടു വീഡിയോ. റയോൺ ആണ് നമ്മുടെ ബോട്ടമായിട്ട് വരുന്നത്. 2 മീറ്റർ ലെങ്ത്തിലാണ് ക്ലോത്ത് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് പീച്ചിൻ്റെ ദുപ്പട്ട വരുന്നത്. സെയിം വൈറ്റ് പോലെ തന്നെ അതേ വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ആ ഒരു ദുപ്പട്ടയിലും ഉള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ കളറാണ്. എക്സാക്ട് ഷെയ്ഡ് പറയുവാണെങ്കിൽ ഇതൊരു മസ്റ്റേർഡ് യെല്ലോ കളറാണ്. യെല്ലോട് പൊതുവേ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ഒരു മെറ്റീരിയൽ വെച്ച് നോക്കിയിട്ട് അത്യാവശ്യം നമ്മുടെ ഫേസ് ഒക്കെ കുറച്ച് ബ്രൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ഗ്രീൻ കളറാണ്. നമ്മൾ നേരത്തെ കണ്ട യെല്ലോയും ഓഫ് വൈറ്റും പീച്ചും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്രീനിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഡിഫറൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാവേ. ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ യോക്ക് പോർഷനിൽ വരുന്നത് ലീഫി സീക്വൻസും കട്ട് ബീഡ്സും വെച്ചിട്ടാണ്. പക്ഷേ നേരത്തെയുള്ളതിൽ കുറച്ച് ഹാൻഡ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു പ്രിൻ്റ് സെയിം ആണെങ്കിലും അതിൽ വന്നിട്ടുള്ള വർക്കിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതാണ് ഗ്രീനിൻ്റെ ദുപ്പട്ട വരുന്നത്. രണ്ട് സൈഡിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്പ്രെഡിങ്സും വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഡിജിറ്റൽ പ്രിൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ പ്രൈസിൽ കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഗ്രീനിൻ്റെ പ്രൈസ് വരുന്നത് 1600ഉം യെല്ലോ ആൻഡ് പീച്ച് പ്രൈസ് വരുന്നത് 1800ഉം ആണ്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താലും മതി. ബാക്കി ഡീറ്റെയിൽസ് കാര്യമൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.